ഈവനിങ്ങിനൊക്കെ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ പരിപാടി തുടങ്ങിയെന്ന്. ഇന്ന് കുറച്ച് നേരത്തെയാണ്, കാരണം സ്കൂൾ ലേസാവണ്ടേ. നേരത്തെ തുടങ്ങി മസാല കൂട്ടി പരിപാടി തുടങ്ങാഞ്ഞാൽ പെട്ടെന്നാവില്ല. ഒരു ഉച്ചയ്ക്ക് വരുള്ളൂ. മസാല ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ചട്ടിപ്പത്രികൾ ലെയറൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. ബാക്കിയുള്ളതൊക്കെ ഏകദേശം റെഡി ആയി കൊണ്ടിരിക്കുകയാണ്. ഈ മസാല ഉണ്ടാക്കി വെച്ചാൽ ഏകദേശം പണി കഴിഞ്ഞു. അത് പിന്നെ ചുറ്റലും പരിപാടിയൊക്കെ തന്നെയാണ്. ഓക്കെ, അത് നേരത്തെ ഒന്നും ഉറങ്ങിയിട്ടൊന്നുമില്ല, നേരത്തെ ഇറങ്ങിയതാണ്. ഓക്കെ, അപ്പോൾ എൽച്ചയ്ക്ക് ഇച്ചിരി ഒന്നും ഉറങ്ങിയിട്ടില്ല. നേരെ ഇറങ്ങിയിരിക്കണം. ഒന്നിപ്പോൾ സ്കൂളുണ്ടായതുകൊണ്ട് നമുക്ക് പിന്നെ പെട്ടെന്ന് പരിപാടി വെക്കഴിഞ്ഞാൽ ചുറ്റാനാളെ കിട്ടില്ല. പിന്നെ അവർ വരുമ്പോൾ 1 മണിയാവും. അതിനിടയ്ക്ക് കുറേ പരിപാടികൾ കഴിച്ചു കഴിഞ്ഞാൽ നേരം പോകും. ഓക്കെ, അപ്പോൾ ഇന്നലെ കിട്ടി നമുക്ക് ചെറിയ മഴ. ഇപ്പോൾ അൽഹംദുലില്ലാ നോമ്പിന് നമ്മൾ മഴ കിട്ടിയല്ലോ, സമാധാനമുണ്ട്. ഇന്നൊക്കെ നല്ല കാലാവസ്ഥ നല്ല മാറ്റമുണ്ട്. ഭൂമിയെ തണുത്തോട് കുറേയൊക്കെ ആവശ്യമില്ല, വലിയ കിട്ടലാണ്. ഇനി മഴ ഉണ്ടാവും. നോമ്പ് വെച്ചോണ്ട് ഇനി മഴ വരും, സാധ്യതയുണ്ട്. നമ്മളൊന്നും അത്ര പെയ്തില്ലെങ്കിലും പെയ്ത സ്ഥലങ്ങളുണ്ട്. അവിടെ ആലുംബായം വരെ വീണാണ്. ആലുംബായം വീണ് മഴ ചെയ്തു. ഇന്നലെ മഞ്ചേരി നല്ല പെരുമഴയായിരുന്നു ടൗണിൽ. മഴ വല്ലാത്തൊരു അനുഗ്രഹം തന്നെയാണ് ഈ നോമ്പിനെ. ഇന്ന് സ്കൂളിൽ പോയി വന്നിട്ട് വീഡിയോ എടുക്കലുണ്ടാവുള്ളൂ. അപ്പോൾ ഒരു പോയി അറ്റേ. ഓക്കെ ഓക്കെ, പോയോ. അപ്പോൾ സ്കൂൾക്ക് പരീക്ഷയ്ക്ക് കൊണ്ടുപോവാണ്. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞേ വരുള്ളൂ. അപ്പോൾ വീണ്ടും നമ്മൾ വീഡിയോ എടുക്കുകയാണ്. കാരണം ഒരു പിന്നെ അത് കഴിഞ്ഞ് വന്നു, പരീക്ഷ കഴിഞ്ഞ് വന്നു കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ ഇടയിലൊന്ന് ടൗണിൽ പോയി വന്നു. ഉമ്മാക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി പോയത്. അപ്പോൾ അവിടെ കാണിച്ചാൽ പോകുന്നപ്പോൾ നേരം പോയി. അപ്പോൾ ഒരു എത്തി. അപ്പോൾ ഡ്രസ്സ് കഴിഞ്ഞാൽ തോന്നുന്നു അങ്ങാടി പോകാണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ പരിപാടി തുടങ്ങാൻ നിൽക്കാം കേട്ടോ. എണ്ണ ചൂടായ അപ്പം പരിപാടി തുടങ്ങും. അങ്ങനെ ചട്ടിപ്പത്തിൻ്റെ പണിയിലാണ്. ചട്ടിപ്പത്തിൽ സെറ്റാക്കി കൊണ്ടിരിക്കണം. അപ്പോൾ അതിൻ്റെ കുറച്ച് പണിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. തുടക്കം കുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി പൊരികൾ തുടങ്ങുകയാണ്. ഇതാണ് അടുപ്പത്ത് വെച്ചാവിൻ്റെ പരിപാടി നോക്കുക. പിന്നെ സമയം ഉണ്ടാവില്ല, പെട്ടെന്ന് അസ്രാൻ കൊടുക്കാനാവും. ഇതൊക്കെ അരികൊണ്ടിരിക്കുമ്പോൾ മറിച്ചിടുക. മൂസാക്കാൻ്റെ പരിപാടിയിലാണ്. പക്കോട കുറച്ചിട്ടു. ഞാൻ ഓരോരോ ഓർഡർ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ്. ഇനി സമൂസ ഇട്ടാണ്. സമൂസ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലേ, സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ്. ഈ പെട്ടിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോരോ ഏരിയക്കെല്ലാം മാറ്റി വെക്കാൻ. കാലാവസ്ഥ മൊത്തത്തിൽ കുഴപ്പമില്ല. മഴയില്ല, വെയിലില്ല, അങ്ങനത്തെ കാലാവസ്ഥയാണ്. അത് കുഴപ്പമൊന്നുമില്ല. ചൂടൊന്നുമില്ല, ചൂടുണ്ട്. നോക്കിയിട്ട് കാര്യം അടുത്ത ചൂടൊക്കെ പാടാകുമ്പോഴേ അതല്ല 5-6 ചൂടല്ലേ അല്ലേ. ഏസ് ഉണ്ടല്ലേ, 23 ഒരു ഏസ് കൂടി ഇൻഷാ അല്ലാഹ് കഴിഞ്ഞാൽ ഈ പൊരിച്ചിലെടുക്കാം.
അടുത്ത പരിപാടി വേണം. ഇതൊരു 45 അടുക്കിയേക്കാണ്ട് അത് അടുക്കി വെച്ചൊരു പള്ളിയേക്കില്ലായി. അങ്ങനെ ഓരോന്ന് സെറ്റാക്കാഞ്ഞാലേ വൈകുന്നേരം മായതാകും പണിയാവും. അടിപൊക്കോളന് മേലെ വന്നു. അപ്പം ഇന്നത്തെ പൊരിച്ചിന പരിപാടി കഴിഞ്ഞു കേട്ടോ. ഞമ്മൊക്കെ വണ്ടിയിൽ വെച്ചിട്ടുണ്ട്, ഒക്കെ കൊണ്ടുപോയുള്ള പരിപാടിയാണ്. ബാങ്ക് കൊടുത്തു, നിസ്കരിച്ച പള്ളിയിൽ പോവാം. ഓക്കെ, പള്ളിയിൽ പോവുക, പിന്നെ കച്ചവടം ചെയ്യാൻ പോവാം, പള്ളിയിൽ കൊടുക്കാതെ കൊടുക്കുക. ഇത്രയുള്ള പരിപാടി, ഇന്നത്തെ പരിപാടി. ഓക്കെ.